സിനിമ പോലെ തന്നെ തുടരും എന്ന പേരും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസും ആ ട്രെൻഡ് ഏറ്റെടുത്ത് രംഗത്ത് വന്നത്. തുടരും സിനിമയിൽ നിരവധി പൊതുമരാമത്ത് റോഡുകൾ കാണിക്കുന്നുണ്ട്. സിനിമയുടെ ആരംഭം മുതൽ ശബരിമല റോഡ് മുതൽ കോന്നി ഭാഗത്തെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ സിനിമയിൽ വന്നുപോകുന്നു. എല്ലാം ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡുകളാണ്. അതിൽ കോന്നി ടൗണിലെ റോഡിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് മന്ത്രിയും തുടരും ട്രെൻഡിന്റെ ഭാഗമായിരിക്കുന്നത്. റോഡുകളിലെ പ്രവൃത്തി പരിശോധന തുടരും എന്നാണ് മന്ത്രി കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ. ഷൺമുഖനായി മോഹൻലാൽ അംബാസഡർ കാറിൽ പോയ വഴികളിൽ പത്തനംതിട്ട ജില്ലയിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളുമുണ്ട്. പൊതുമരാമത്ത് പ്രവർത്തികൾ നേരിട്ട് പരിശോധിക്കുന്നതും തുടരും. കോന്നി ടൗൺ അന്നും ഇന്നും എന്ന് പറഞ്ഞ് വീഡിയോയും പങ്കുവച്ചു. കോന്നി ടൗണിലെ റോഡ് പണികൾ വേഗത്തിലാക്കാൻ മന്ത്രി നേരിട്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അത്തരം പ്രവൃത്തി പരിശോധനകൾ തുടരുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള KSTP പദ്ധതിയിൽ ആധുനിക നവീകരിച്ച പുനലൂർ പൊൻകുന്നം മൂവാറ്റുപുഴ പാതയുടെ കോന്നി ഭാഗങ്ങൾ സിനിമയിൽ പലപ്പോഴായി വന്നു പോകുന്നുണ്ട്. അതിൽ കോന്നി ടൗണിലെ ഭാഗങ്ങളാണ് മന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിൽ വന്നതോടെ വകുപ്പിൽ അഴിമതികൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മന്ത്രി നേരിട്ട് പണി നടക്കുന്ന റോഡുകളിൽ എത്തി പരിശോധിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്യുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് റോഡ് നിർമ്മാണം നടത്തുന്ന കരാറുകാർക്കും പേടിയുണ്ട്. അവർ പണിയിൽ ഉഴപ്പില്ല, കൃത്യമായി പണി ചെയ്യും. മന്ത്രി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. മിന്നൽ പരിശോധനയാണ് നടത്തുന്നത്. ഏതെങ്കിലും പണികളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചാൽ പിന്നെ അവരുടെ ബില്ലുകൾ മാറില്ല. ആ പേടി അവർക്കുണ്ട്. മന്ത്രി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, റോഡ് നന്നായെങ്കിൽ മാത്രമേ നാട് നന്നാവൂ എന്ന്. പുതിയ റോഡുകൾ വരുമ്പോൾ ഏറ്റവും ഗുണം അവിടെ താമസിക്കുന്ന നിവാസികൾക്കാണ്. യാത്രാ സൗകര്യം കിട്ടും. സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ ആളുകൾ തയ്യാറാകും. സ്ഥലങ്ങൾക്ക് വില കൂടും. ജനങ്ങൾ തിങ്ങിപ്പാർക്കുമ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പായി മാറാനുള്ള സാധ്യത ഉണ്ടാകും. അതിനെല്ലാം പ്രാഥമികമായി വേണ്ടത് നല്ല റോഡുകളാണ്. ഈ അടുത്ത സമയത്ത് കേരളം കണ്ട ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രിമാർ മുഹമ്മദ് റിയാസ്, സുധാകരനുമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവർ രണ്ടുപേരിൽ മികച്ചതാരാണെന്ന് ചോദിച്ചാൽ കണ്ണുമടച്ചു പറയാൻ സാധിക്കും, അത് മുഹമ്മദ് റിയാസ് ആണെന്ന്.